അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര നയതന്ത്ര മേഖലയിലും ഒരേ സമയം വൻ കൊടുങ്കാറ്റ് സൃഷ്ടിക്കുന്ന പുതിയ സംഭവങ്ങളാണ് മിഡിൽ ഈസ്റ്റിലും കാസ്പിയൻ കടലിലും അരങ്ങേറുന്നത്. ഇറാനുമായുള്ള സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷമായി തുടരുന്നതിനിടെ അമേരിക്കൻ സൈന്യത്തിന്റെ ആയുധ ശേഖരത്തിൽ വൻ കുറവ് നേരിടുന്നുവെന്ന മാധ്യമ റിപ്പോർട്ടുകൾ ട്രംപ് ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. CBS, NBC എന്നീ പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇതു സംബന്ധിച്ച ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ US ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് ഇന്റർസെപ്റ്ററുകളും കൃത്യതയാർന്ന ഗൈഡഡ് ആയുധങ്ങളും അതിവേഗം തീർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. പേർഷ്യൻ ഗൾഫിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ തങ്ങളുടെ ഏറ്റവും അത്യാധുനികമായ പ്രതിരോധ ആയുധങ്ങൾ കൃത്യമായി റേഷൻ രീതിയിൽ അളന്നു തൂക്കി മാത്രം ഉപയോഗിക്കാൻ US സൈനിക കമാൻഡർമാർ നിർബന്ധിതരായിരിക്കുകയാണ്. ഈ ആയുധക്ഷാമം കാരണം തന്ത്രപ്രധാനമായ പസഫിക് മേഖലയിൽ ചൈന ഉയർത്തുന്ന വെല്ലുവിളികളെ ചെറുക്കാനുള്ള US തയ്യാറെടുപ്പുകളെ വരെ ബാധിച്ചേക്കാമെന്ന ഭീതിയിലാണ് പെന്റഗൺ ഉദ്യോഗസ്ഥർ. പശ്ചിമേഷ്യൻ ആയുധങ്ങൾ ഇത്തരത്തിൽ ദൂർത്തടിക്കുന്നത് ഭാവിയെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിരോധ രംഗത്തെ പ്രമുഖരും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളും ട്രംപിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. ഈ നീക്കം US സൈന്യത്തിന്റെ ആഗോള സജ്ജതയെ ബാധിക്കുമെന്നാണ് ഇവരുടെ മുന്നറിയിപ്പ്. തങ്ങളുടെ പ്രതിരോധ തന്ത്രങ്ങൾക്ക് കനത്ത തിരിച്ചടിയായ ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ വൻ ജനരോഷവും രാഷ്ട്രീയ കടന്നാക്രമണങ്ങളുമാണ് നടക്കുന്നത്. യുദ്ധത്തിലേക്ക് രാജ്യത്തെ തള്ളിവിട്ട ട്രംപിന്റെ മുൻകൂട്ടി പ്ലാൻ ചെയ്യാത്ത തീരുമാനങ്ങളാണ് അമേരിക്ക ഇത്തരമൊരു സുരക്ഷാ പ്രതിസന്ധിയിൽ എത്തിച്ചതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. രാജ്യത്തെ പ്രതിരോധ തന്ത്രങ്ങളെ വൻ അപകടത്തിലേക്ക് തള്ളിവിട്ടതിന് ട്രംപ് മറുപടി പറയണമെന്നാണ് ഡെമോക്രാറ്റുകളുടെ പ്രധാന ആവശ്യം. അതേസമയം അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഈ വിഷയത്തെ ചൊല്ലി പോരാട്ടം മുറുക്കുമ്പോൾ ഭൂരാഷ്ട്രീയ പോരാട്ടത്തിന്റെ തീപ്പൊരി മധ്യപൂർവേഷ്യയിൽ നിന്നും മറ്റൊരു പുതിയ മേഖലയിലേക്ക് കൂടി പടരുകയാണ്. കാസ്പിയൻ കടൽ തീരത്ത് വെച്ച് ഇറാനിയൻ വാണിജ്യ കപ്പലിന് നേരെ ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വൻ നയതന്ത്ര യുദ്ധത്തിന് വഴിവെച്ചിരിക്കുന്നത്. ഈ സംഭവത്തോടെ കാസ്പിയൻ കടൽ പ്രദേശം ആഗോള രാഷ്ട്രീയ പോരാട്ടത്തിന്റെ അടുത്ത പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുന്നു. റഷ്യയിലേക്ക് സൈനിക സാമഗ്രികളും ആയുധങ്ങളും കടത്താൻ ഉപയോഗിച്ചിരുന്ന കപ്പലുകളെയാണ് തങ്ങൾ കാസ്പിയൻ കടലിൽ വെച്ച് ആക്രമിച്ചതെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പരസ്യമായി സ്ഥിരീകരിക്കുകയുണ്ടായി. ഉക്രൈനിൽ റഷ്യ തുടരുന്ന ഡ്രോൺ ആക്രമണങ്ങൾക്ക് പരോക്ഷമായി സഹായം നൽകുന്ന ഇറാനോടുള്ള പ്രതികാര നടപടിയായാണ് സെലൻസ്കി ഈ നീക്കത്തെ വിശേഷിപ്പിച്ചത്. എന്നാൽ കാസ്പിയൻ കടലിലെ ഈ ആക്രമണം തങ്ങൾക്ക് നേരെ നടന്ന നഗ്നമായ ലംഘനമാണെന്നാണ് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചി ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് കടുത്ത മുന്നറിയിപ്പുമായി രംഗത്തെത്തി. സിവിൽ കപ്പലിന് നേരെ ഉക്രൈൻ നടത്തിയ ഈ സൈനിക ആക്രമണം പ്രകോപനപരമാണെന്നും അതൊരു കാരണവശാലും ചോദ്യം ചെയ്യപ്പെടാതെ പോകില്ലെന്നും അരാഗ്ചി പ്രഖ്യാപിച്ചു. യൂറോപ്പിനെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ഇസ്രയേലിന്റെ നിർദ്ദേശപ്രകാരമാണ് സെലൻസ്കി ഇത്തരമൊരു നീക്കം നടത്തിയതെന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി ആരോപിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങളുടെ ലംഘനമാണ് ഉക്രൈൻ നടത്തുന്നതെന്നും തങ്ങളുടെ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിന് ശക്തവും ദൂരവ്യാപകവുമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ സംഭവം റഷ്യ ഉക്രൈൻ യുദ്ധത്തെയും US ഇറാൻ സൈനിക പോരാട്ടത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. കാസ്പിയൻ കടലിൽ ഇറാന് നേരെ ഉക്രൈൻ നടത്തിയ നീക്കങ്ങൾക്ക് മറുപടിയായി മിഡിൽ ഈസ്റ്റിലോ യൂറോപ്പിലോ ഉള്ള ഉക്രൈൻ ലക്ഷ്യങ്ങൾക്കോ അവരുടെ പങ്കാളികൾക്കോ നേരെ ഇറാൻ നേരിട്ടോ പ്രോക്സി ഗ്രൂപ്പുകൾ വഴിയോ തിരിച്ചടിച്ചേക്കാമെന്ന മുന്നറിയിപ്പും നയതന്ത്ര വിദഗ്ധർ നൽകുന്നുണ്ട്. ഒരു വശത്ത് തങ്ങളുടെ ആയുധശേഖരം തീർന്നു പോകുന്നതിലെ ഭയവും ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നിന്നുള്ള സമ്മർദ്ദവും കൊണ്ട് അമേരിക്കയും ട്രംപും വലയുമ്പോൾ മറുവശത്ത് ഇറാൻ ഉക്രൈൻ കൂട്ടുകെട്ടിലെ പുതിയ പോരാട്ടങ്ങൾ യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ നിന്ന് കാസ്പിയൻ കടലിലേക്ക് പടരുന്ന ഈ യുദ്ധം വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവചനാതീതമായ സങ്കീർണതകളിലേക്ക് ലോകത്തെ നയിക്കുമെന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്.